21 ദിവസത്തെ ഇടക്കാല ജാമ്യം അവസാനിച്ചതോടെ തിഹാർ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ ചുമതലകൾ തൻ്റെ പാർട്ടിയിലെ ഒന്നാം നിരയല്ല രണ്ടാം നിര നേതാക്കളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോകുന്നത്. ഡൽഹി സർക്കാരിൻ്റെ ചുമതല മന്ത്രി അതിഷി യാണയാണ് വഹിക്കുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി സന്ദീപ് പാക് പാർട്ടിയെയും നയിക്കും. അദ്ദേഹത്തിന് സഹായികളായി MLA-മാരായ ദുർഗേഷ് പഥക്, സഞ്ജീവ് ധ, ദിലീപ് പാണ്ഡെ എന്നിവരും മറ്റു നേതാക്കളുമൊക്കെ ഉണ്ടാകും. അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സന്തത സഹചാരി എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്ന നിരവധി ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റങ്ങൾക്കൊക്കെ കൂടെ നിന്നിരുന്ന MP ആയിരുന്ന സഞ്ജയ് സിംഗിനും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ സമയത്ത് പാർട്ടിയുടെ മുഖമായി മാറും എന്നൊക്കെ എല്ലാവരും സങ്കല്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിതക്കും യാതൊരു തരത്തിലുള്ള ചുമതലയും ഇദ്ദേഹം നൽകിയിട്ടില്ല എന്നത് രാഷ്ട്രീയത്തിൽ ഒരുപാട് സംശയങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾക്കൊക്കെ ഇടവരുത്തുന്ന ഒരു കാര്യമാണ്. അറസ്റ്റിന് ശേഷം ആദ്യമായാണ് ചുമതല അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പാർട്ടിയിലെ നേതാക്കൾക്ക് നൽകുന്നത്. അതും രണ്ടാം നിര നേതാക്കൾക്കാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കൈമാറ്റം, അധികാര കൈമാറ്റം ഒന്നാം നിരയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള തലമുതിർന്ന നേതാക്കൾക്ക് നൽകാതെ രണ്ടാം നിര നേതാക്കൾക്ക് നൽകുമ്പോൾ ആ പാർട്ടിയിൽ ഒരു പക്ഷേ അത് വലിയ അസ്വാരസ്യങ്ങൾക്ക് വഴിവെക്കുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്ന് നമുക്കിവിടെ അനുമാനിക്കേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കും അരവിന്ദ് കെജ്രിവാൾ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നത് നാളത്തെ റിസൾട്ടിന് ശേഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും ആവശ്യമെങ്കിൽ ജയിലിൽ നിന്ന് ഭരിക്കുമെന്നും അറസ്റ്റിന് പിന്നാലെ കെജ്രിവാൾ പറയുകയും ചെയ്തിരുന്നു. ജയിലിൽ നിന്ന് തന്നെ ഡൽഹിയിലെ 2 പ്രധാന വിഷയങ്ങളിൽ അദ്ദേഹം മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകുകയും ഉണ്ടായത് വാർത്തയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുപ്രീം കോടതി അനുവദിച്ച ജാമ്യാപേക്ഷ അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാക്കിയ കെജ്രിവാളിനെ ഡൽഹി റോസ് അവന്യൂ കോടതി ജൂൺ 5 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിമാർക്കും പാർട്ടി നേതാക്കൾക്കും അണികൾക്കുമൊപ്പം വാഹനവ്യൂഹമായാണ് കെജ്രിവാൾ ജയിലിൽ നിന്ന് തിരിച്ചെത്തിയത്. ഭാര്യ സുനിതയും അനുഗമിച്ചിരുന്നു. ജയിലിലേക്ക് തിരിച്ചെത്തുന്നത് ഭാര്യ സുനിതയും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ മാതാപിതാക്കളുടെ കാൽ തൊട്ട് വന്നിച്ചാണ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. തുടർന്ന് ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ പ്രാർത്ഥന, പിന്നാലെ കോണാട്ട് പ്ലാസിൽ ഹനുമാൻ ക്ഷേത്രത്തിലുമെത്തി പ്രാർത്ഥന. ജയിലിലേക്ക് തിരിക്കും മുമ്പ് പാർട്ടി ഓഫീസിലെത്തി പ്രവർത്തകരെയും നേതാക്കളെയും കണ്ടു. അഴിമതിക്കാരനായതിനാലല്ല, ഏകാധിപത്യത്തിനെതിരെ പൊരുതിയതിനാലാണ് തനിക്ക് ജയിലിൽ പോകേണ്ടി വന്നതെന്ന് കെജ്രിവാൾ പാർട്ടി വൃത്തങ്ങളോട് നടത്തിയ ആ ഒരു സംഭാഷണത്തിൽ പറഞ്ഞു. ഡൽഹിയിലെ ജനങ്ങൾ സന്തുഷ്ടരാണെങ്കിൽ ജയിലിനുള്ളിൽ നിന്ന് താനും സന്തുഷ്ടനായിരിക്കും. അധികാരം ഏകാധിപത്യത്തിലേക്ക് എത്തുമ്പോൾ ജയിൽവാസം കടമയാകുമെന്ന് ഭഗത് സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഭഗത് സിംഗ് തൂക്കിലേറിയത് രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തവണ ജയിലിലേക്ക് പോകുമ്പോൾ എന്ന് തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. ഭഗത് സിംഗിനെ തൂക്കിലേറ്റി, ഞാനും അതിന് തയ്യാറാണ്. 21 ദിവസത്തെ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതിയോട് നന്ദിയുണ്ട്. ഈ 21 ദിവസം ഒരു മിനിറ്റ് പോലും ഞാൻ പാഴാക്കിയിട്ടില്ല. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല മറ്റു പാർട്ടികൾക്ക് വേണ്ടിയും പ്രചാരണം നടത്തി. മുംബൈ, ഹരിയാന, UP, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും പ്രചാരണം നടത്തി. പാർട്ടിയല്ല, രാജ്യമാണ് വലുത്. ഒരു തെളിവുമില്ലെന്ന് പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന് മുൻപിൽ അംഗീകരിക്കേണ്ടി വന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു.